ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 പെൺമക്കളിൽ മൂന്നാമത്തെ ആളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ അയൽലോകത്തൊന്നും വിടാതെ, ആൾക്കാരായിട്ടൊന്നും കൂടുതൽ സഹകരിക്കാൻ വിടാതെ, ഒരു വീട്ടിൽ ഒരു മതിലിനുള്ളിൽ അകപ്പെടുത്തി വളർത്തി ഒതുക്കത്തോടെ വളർത്തിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആൾക്കാരുമായിട്ട് കൂടുതൽ സഹകരിക്കാനോ മിണ്ടാനോ അവരുടെ അടുത്ത് പോകാനോ ഉള്ള ഒരു മൈൻഡ് സെറ്റില്ല. എന്നെ കെട്ടിച്ചു വിട്ടത് 4 ആമക്കളുള്ള ഒരു വീട്ടിലാണ്. അവിടെ നല്ല ആൾക്കാരൊക്കെ, ശരിക്കും ആൾക്കാർ വരും, മരുമക്കളും ചെറുമക്കളും ഒക്കെ എന്നും വരും. അവിടെ അച്ഛന് ആ സമയത്ത് ഭയങ്കര വരുമാനമാണിത്. വരുമാനമുള്ള സമയത്ത് ഈ മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ എന്നും വരും. ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മൂത്ത മോനും മരുമോളും ഒക്കെ 1-2 മാസത്തിന് മുമ്പേ വന്ന് നിൽക്കും. 28 ഓണം കഴിഞ്ഞിട്ടൊക്കെയാണ് പോണത്. അവിടെ വന്നു കയറിയാൽ നല്ല കളറും കുറച്ച് ഗ്ലാമറൊക്കെ ഉള്ളത് ഞാനാണ്. അതിൻ്റേതായ ഒരു അസൂയയും കുശുമ്പും ദേഷ്യമൊക്കെ അവർക്ക് എന്നോടുണ്ട്. ഞാൻ ഈ വീട്ടിൽ, എൻ്റെ വീട്ടിൽ താമസിച്ച അതേ ഒരു ലെവലിലാണ് ഞാൻ അവിടെയും താമസിക്കുന്നത്. ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കും, സംസാരിക്കും, ഒരു 5 മിനിറ്റ് സംസാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ കയറി പോകും. ആരെ വീട്ടിലും പോവേയില്ല. ആരുമായിട്ടും കൂടുതൽ സഹകരണമൊന്നും ഇല്ലാതെ എൻ്റേതായ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പലർക്കും പല സ്വഭാവ രീതിയായിരിക്കില്ലേ. അതിനെ അവർ ജാടയെന്നൊക്കെ പറയും. ഈ അച്ഛന് എത്ര വരുമാനമുള്ള സമയത്തൊക്കെ അവരെന്നും വരുമായിരുന്നു, സഹകരിക്കുമായിരുന്നു. വരുമാനം എന്ന് നിലച്ചോ അന്ന് മുതൽ ഈ മക്കളും മരുമക്കളും ചെറുമക്കളും ഒന്നും ആ കുടുംബത്തിൽ വരാതായത് അത്രയും നാൾ വരെയും ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും ആശുപത്രി ചിലവ്, ആഹാര ചിലവൊക്കെ നോക്കണമെന്ന് ഭയന്ന് അവരാരും അടുക്കാതെയായി. എന്നിട്ട് പറയുന്നത് കുടുംബത്തെ വെളുത്ത സുന്ദരി മിണ്ടാത്തതുകൊണ്ടാണ് ആ കുടുംബത്തിൽ കയറി വരാത്തതെന്ന്. വെളുത്ത സുന്ദരി വന്ന അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ സ്വഭാവമാണ്. അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അച്ഛന് വരുമാനം ഉണ്ടായിരുന്നപ്പം ഈ വെളുത്ത സുന്ദരി മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ എന്ന് വരുമാനം നിലച്ചോ അന്ന് മുതലാണ് ഇവരാരും വരാതായത്. ഇത് പഴി ബാക്കിയുള്ളവരുടെ തലയിൽ വയ്ക്കുന്നത് എന്ത് ദേഷ്യത്തരമാണ് മലരുകളെ.